വിജിൻ അദ്ദേഹം അത് ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു. അപ്പം നിലപാട് അറിയിക്കുക വിദ്യാഭ്യാസ മന്ത്രി തന്നെയായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കറിയാം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച രാഷ്ട്രീയമായിട്ട് ഇത് ഏതു തരത്തിലായിരിക്കും കേന്ദ്രം ഇവിടെ കൈകടത്തുക സ്കൂളുകൾ വഴി എന്നുള്ളത് CPI ആ കാര്യം പറഞ്ഞാണ് എതിർക്കുന്നത്. മാത്രവുമല്ല, സമരത്തിലൂടെ നേടിയെടുക്കുക എന്നൊരു കാര്യമുണ്ട്. ASF ഇന്നലെ അത് സൂചിപ്പിക്കുകയുണ്ടായി. സമരത്തിലൂടെ നേടിയെടുക്കേണ്ടതിനെ ഈ തരത്തിൽ വളരെ ഈസിയായിട്ട് അവർക്ക് കടന്നു കയറാവുന്ന രീതിയിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം മുന്നണിയിൽ നിന്ന് ചോദിക്കുമ്പോൾ അത് ഏതു തരത്തിലായിരിക്കും CPM മറുപടി പറയേണ്ടതല്ലേ? എന്തുകൊണ്ട് MP ഗോവിന്ദൻ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നു? ഇക്കാര്യത്തിൽ മന്ത്രിയും ആദ്യഘട്ടത്തിൽ PM-ശ്രീ പദ്ധതിയിൽ ചേരാൻ തയ്യാറാണ്, അതുമാത്രമേ മാർഗമുള്ളൂ എന്ന് വ്യക്തമാക്കിയതിനു ശേഷം മന്ത്രിയും പിന്നീട് ഇതിൽ ഇനിയൊരു ചർച്ചയില്ല, മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരട്ടെ, അപ്പോൾ തീരുമാനം വ്യക്തമാക്കാം എന്നുള്ളതാണ് നിലവിൽ എന്തായാലും മന്ത്രിയും സ്വീകരിക്കുന്ന നിലപാട്. CPM പരസ്യമായൊരു പ്രതികരണത്തിന് ഇതിൽ തയ്യാറാകാത്തത് CPI-യെ പ്രകോപിപ്പിക്കുന്ന നിലപാടിലേക്ക് പോകേണ്ടതില്ല. മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി നൽകുകയും മുഖ്യമന്ത്രി അക്കാര്യത്തിലുള്ള നിലപാട് അറിയിക്കുകയും ചെയ്യട്ടെ എന്നുള്ള നിലപാടാണ് നിലവിൽ ഉള്ളത്. എന്തായാലും മുഖ്യമന്ത്രി നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിന് ഒപ്പം നിൽക്കുന്ന, മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഇതുവരെയും MOU ഒപ്പുവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗം വരാനിരിക്കുന്നു. അതിനു മുമ്പ് വിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ ഇടപെടലും അവസാനിച്ചതിന് ശേഷം ഈ ഫണ്ട് വാങ്ങിയെടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് തങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ള നിലപാട് സ്വാഭാവികമായും മന്ത്രിസഭാ യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അറിയിക്കും. ധർമ്മേന്ദ്ര പ്രധാനുമൊക്കെയായി നടത്തിയ ചർച്ചയുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ മന്ത്രിസഭാ യോഗത്തിൽ അറിയിക്കും. അങ്ങനെ CPI-യെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കാനൊരു നീക്കമായിരിക്കും ഉണ്ടാവുക. എന്തായാലും മുമ്പ് ഒക്കെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗങ്ങളിലൊക്കെ ചില വിഷയങ്ങളിൽ ഉള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് CPI മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് പോകില്ല എന്നാണ് ഇപ്പോൾ. ഇല്ല, അതാണ് വിജിൻ, കാര്യങ്ങൾ അവിടെയും ഉന്നയിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും CPI ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിനെ കേരളത്തിലെ സംഘപരിവാർ അല്ലെങ്കിൽ BJP കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഏതു തരത്തിലാണ് അത് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട് BJP. അതുണ്ടാക്കുന്ന അപകടം പോലും തിരിച്ചറിയുന്നില്ലേ എന്നുള്ളത് കൂടിയാണ്. തന്നെ തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു നിലപാട് വരുമ്പോൾ, അതായത് സംഘപരിവാർ രാഷ്ട്രീയ അജണ്ടയ്ക്ക് മുന്നിൽ കീഴ്പ്പെട്ട് കൊടുക്കുന്നു എന്നുള്ള ഒരു ചർച്ച വരുമ്പോൾ, അത് വിദ്യാഭ്യാസ മന്ത്രി അതായത് V ശിവൻകുട്ടി കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന സംഘപരിവാർ വിരുദ്ധ പോരാട്ടമുണ്ട്. അത് രാജ്ഭവനിലെ ഭാരതാംബ ചിത്രം ഉൾപ്പെടെ വെച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ പരിപാടിയിൽ പങ്കെടുക്കുകയും എതിർപ്പ് പരസ്യമായി അറിയിച്ച് തിരിച്ചു വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ RSS-ന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു പ്രചരണം ഒക്കെ നടത്താനാണ് BJP ഇപ്പോൾ ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരം പ്രസ്താവനകളാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും കേന്ദ്രത്തിന് വഴങ്ങാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോഴാണ് നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറിയോട് PM-ശ്രീ വിഷയത്തിൽ അഭിപ്രായം തേടിയപ്പോൾ അദ്ദേഹം CPI-യെ പുച്ഛിക്കുന്ന തരത്തിൽ ഇല്ലെങ്കിൽ യാതൊരു തരത്തിലും അത് പരിഗണിക്കുന്നില്ല എന്ന രീതിയിൽ അതിനെ അവഗണിച്ചുകൊണ്ട് നടന്നുപോയത്. നമുക്കതൊന്നുകൂടെ കാണാം. അതാണ്, യാതൊരു തരത്തിലും ആ അഭിപ്രായത്തെ എടുക്കുന്നില്ല എന്നുള്ളതാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് വിജിൻ ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ രീതിയിൽ മുന്നണിയിൽ നിൽക്കുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാന ഘടകകക്ഷിയായ CPI-യെ ഇത്തരത്തിൽ അവഗണിക്കുന്നത് അത് നല്ലതിനാകുമോ? ഇക്കാര്യത്തിൽ CPM എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് പരസ്യമായി ഇതിൽ നിലപാട് പറയേണ്ടതില്ല, മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ, മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ എന്നുള്ളതാണ്. നേരത്തെ തന്നെ CPI-യുടെ എതിർപ്പ് അത് പരിഗണിച്ചാണ് മുഖ്യമന്ത്രി തന്നെ ഈ മുന്നണി യോഗത്തിലെ ചർച്ചയ്ക്ക് ശേഷം മതി തീരുമാനം, ഒരു സമവായത്തിലെത്തിയ ശേഷം മതി തീരുമാനം എന്നുള്ള നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ അത് മറികടന്നുകൊണ്ടാണ് മന്ത്രിസഭാ യോഗത്തിലോ ഒപ്പം തന്നെ മുന്നണി യോഗത്തിലോ ചർച്ച ചെയ്യാതെ ഈ വിഷയം വീണ്ടും ഉയർന്നു വരികയും PM-ശ്രീയിൽ ചേരാനുള്ളൊരു നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിച്ചേരുകയും ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPI പരസ്യമായ എതിർപ്പുമായി രംഗത്തെത്തുന്നത്. CPI യുവജന സംഘടനയും ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ശക്തമായ പ്രതിഷേധവും എതിർപ്പും ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ASF തന്നെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിക്ക് തുറന്ന കത്തും നൽകിയിട്ടുണ്ട്. അങ്ങനെ എതിർപ്പ് അവർ പ്രകടിപ്പിക്കുമ്പോഴും രാഷ്ട്രീയപരമായി പുറത്ത്, മന്ത്രിസഭാ യോഗത്തിന് പുറത്ത് മറ്റൊരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല, ഒരു പ്രകോപനത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് CPM ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് MP
ഗോവിന്ദൻ ഇക്കാര്യത്തിൽ മറുപടി പറയാതെ ഒഴിഞ്ഞുമാറുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. എത്രമാത്രം പ്രതിഷേധം CPIയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ ഈ CPM കരുതുന്നത് മന്ത്രിസഭാ യോഗത്തിൽ ഇങ്ങനെയൊരു വിഷയം ഉയർത്തുകയും അതിലെ പ്രതിഷേധവും അതിലെ എതിർപ്പും അറിയിക്കുകയും ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനത്തിൽ അവർ അതിൽ വഴങ്ങാനാണ് സാധ്യത എന്നുള്ള ഒരു നിലപാടിലാണ് CPM എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ ഈ മന്ത്രിസഭാ കാലയളവിൽ പല വിഷയങ്ങളും CPI എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഈ മദ്യപ്ലാന്റ് നിർമ്മിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ KPCC അധ്യക്ഷൻ ആ വിഷയത്തിൽ കൃത്യമായി പ്രതികരിച്ചതുമാണ്. ഉറച്ചു നിൽക്കുകയാണ് CPI എങ്കിൽ എല്ലാ പിന്തുണയും നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ പോലും കാര്യങ്ങൾ ചർച്ചയാവുന്ന സാഹചര്യത്തിൽ നാളത്തെ യോഗം എത്രത്തോളം നിർണായകമാണ്? ഒരു പക്ഷേ ഒരു തരത്തിലും ഇത് പരിഗണിക്കുന്നില്ല, അതായത് കടുത്ത തീരുമാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും CPI ആ പ്രതിഷേധം രേഖപ്പെടുത്തുക? CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ ഒരു ബദൽ രാഷ്ട്രീയ നയം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. കേരളത്തിൽ ഉൾപ്പെടെ CPM പ്രചരണം നടത്തുന്നത്, പ്രത്യേകിച്ച് LDF പ്രചരണം നടത്തുന്നത്. അതിന് വിരുദ്ധമായി, ഘടകവിരുദ്ധമായി ഒരു തീരുമാനത്തിലേക്ക്, അത് മന്ത്രിസഭാ യോഗത്തിന്റെ പോലും ചർച്ചയ്ക്ക് വരാതെ മുന്നണിയിൽ ഒരു തീരുമാനം എടുക്കാതെ എന്തിന് ഇത്തരത്തിലുള്ളൊരു തീരുമാനം ഒരു നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്, എതിർപ്പ് എന്ന് പറയുന്നത്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കടുത്ത നിലപാടിലേക്ക് ഒരുപക്ഷെ CPI പോകില്ല. കാരണം എതിർപ്പ് അറിയിക്കും. അതിന് ഒരുപക്ഷെ വഴങ്ങുമോ മുഖ്യമന്ത്രി, മന്ത്രിസഭ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ വഴങ്ങി ഒരു തവണ കൂടി ചർച്ച നടത്തി ഇതിലെ CPI ഉന്നയിക്കുന്ന വാദങ്ങൾ, അതായത് ഈ പാഠ്യപദ്ധതിയിൽ NCERT പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് വർഗീയത ഉയർത്തുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വീണ്ടും ചർച്ച നടത്താം എന്നുള്ളതാണ്. അതിന് മറുപടി വിദ്യാഭ്യാസ മന്ത്രി അതാണ് അതിലാണ് വിദ്യാഭ്യാസ വകുപ്പ് കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടത്. കാരണം പാഠ്യപദ്ധതിയിൽ എന്തും പഠിപ്പിക്കുകയും ഇപ്പൊ തന്നെ ചരിത്രം മാറ്റി എഴുതുന്ന ഒരു രീതി തുടരുന്നുണ്ട്. ആ രീതിയിൽ സ്കൂളുകളിലേക്ക് കൂടി അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പാഠ്യ പദ്ധതി മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏതു തരത്തിലായിരിക്കും എഫക്ട് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്.